ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻടോർക്കിൻ്റെ സ്കൂട്ടറുകളിൽ മെയിനായിട്ട് വരുന്നൊരു പ്രോബ്ലമാണ് ബാറ്ററി ഡൗണായി പോകുന്നത്. ഇത് എല്ലാവർക്കും സാധാരണയായി സംഭവിക്കുന്നൊരു പ്രശ്നമാണ്. നമ്മൾ വണ്ടി എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നില്ല, 1-2 ദിവസം യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടിയുടെ ബാറ്ററി ഡൗണായി പോകും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചെന്നാൽ ഒരു മെക്കാനിക്കിനെ കാണിക്കും, എന്നിട്ട് നമ്മൾ ബാറ്ററി റീചാർജ് ചെയ്യും, എന്നിട്ട് പിന്നെ യൂസ് ചെയ്യും, പിന്നെ ഇതേ പ്രോബ്ലം തന്നെ പിന്നെയും വരും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചെന്നാൽ വാറണ്ടി ടൈം ആണെങ്കിൽ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യും. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി നമുക്ക് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് മാറ്റാം. അപ്പോൾ അങ്ങനെ ചെയ്യും. പക്ഷേ എങ്കിലും ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഈ പ്രശ്നം വരും. ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നമാണ്. ഞാൻ വണ്ടിയുടെ ബാറ്ററി റീപ്ലേസ് ചെയ്തു, എന്നിട്ട് സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ ഇത് ഓൺ ആകുന്നില്ല. ഇത് ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 മാസമേ ആവുന്നുള്ളൂ. പുതിയ ബാറ്ററി ആയിരുന്നു ഞാൻ വെച്ചത്. അപ്പോൾ അവിടെ ഷോപ്പിലുള്ള ഓണർ ഓൾറെഡി പറഞ്ഞിരുന്നത് ഇത് വണ്ടിയുടെ തന്നെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു കംപ്ലൈൻറ്റ് അറിയാത്തത് കൊണ്ട് നമ്മളത് അന്ന് ശ്രദ്ധിച്ചില്ല. പക്ഷേ ശരിക്കും ഇതിൻ്റെ പ്രശ്നക്കാരൻ ഇവനാണ് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി കേടാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ചാർജ് കളയുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു സെൻസറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സെൻസർ പോയി കഴിഞ്ഞെന്നാൽ ഇവൻ ഓഫ് ആകത്തില്ല. അത് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ വണ്ടിയുടെ അകത്ത് എൻ്റെ ഫോൺ വെച്ചിരിക്കുകയാണ്, എന്നിട്ട് വണ്ടി നമ്മൾ സാധാരണ രീതിയിൽ ഡിക്കി ലോക്ക് ചെയ്തു. ഇപ്പോഴും അവൻ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം ഇത് ഐഡിയലി ഇത് ഓഫ് ആവേണ്ടതാണ്, പക്ഷേ ഓഫായില്ല. അപ്പോൾ ഈ ഒരു എലമെൻ്റാണ്, ഈ ഒരു ആളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആക്കുന്നത്, നമ്മൾ പോലും അറിയാതെ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചെന്നാൽ ഒന്നെങ്കിൽ അതിൻ്റെ കണക്ഷൻ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുക. ആ ഒരു ടോർച്ച് നമുക്ക് അത്യാവശ്യമല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യുക. അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം. നമ്മൾ വെറുതെ ബാറ്ററിനെ കുറ്റം പറയരുത്. ബാറ്ററിയൊക്കെ എല്ലാം ഓക്കെ ആയിരിക്കും. ആ ഒരു ടോർച്ചിനെ നമ്മൾ മെക്കാനിക്കിനെ വിളിച്ച് ഡിസ്കണക്ട് ചെയ്തിടുക, എന്നിട്ട് നമ്മൾ ബാറ്ററി റീചാർജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.